ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ് എന്ന് നോക്കാം. എന്താണ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ എന്ന് നോക്കാം. അതുപോലെ ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്നും നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിംഗ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ ഇതൊരു എനർജി എക്സ്ചേഞ്ച് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് ട്രാൻസ്ഫർമേഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത എന്തോ ഒരു കാര്യം ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ അത്തരത്തിലൊരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്നുള്ള ചേഞ്ചാണ് ഇത്. ചിലപ്പോൾ അതൊരു ന്യൂസ് ആയിരിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നും ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ജോബ് ഓഫർ ആകാം. നിങ്ങൾ ഏറെ ആഗ്രഹിച്ചിരുന്ന ഒരു ജോബ് ഓഫർ നിങ്ങളെ തേടി എത്തുന്നതാവാം. അതുപോലെ തന്നെ ഇതിൽ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തിലുള്ള ആ ഒരു പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ വളരെ ധൈര്യപൂർവ്വം പല കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെയായിരുന്നു ഇത്രയും കാലം നോക്കിക്കണ്ടിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു, അത് നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. അതായത് ചില ആളുകൾ ഇവിടെ നിങ്ങളുടെ പഴയ വിശ്വാസങ്ങളെ ഒക്കെ നിങ്ങൾ വിട്ടുകളയുന്ന ഒരു എനർജിയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാർ പരമ്പരാഗതമായിട്ട് തുടർന്നു വന്ന ഒരു കാര്യം നിങ്ങളായിട്ടൊന്ന് ബ്രേക്ക് ചെയ്യാൻ ഒരുപക്ഷെ തീരുമാനിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയും ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പെട്ടെന്നൊരു ചേഞ്ചാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് കിങ് ഓഫ് സോർഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഉപദേശം തേടുന്നു എന്നാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളൊരു പാർഷ്വാലിറ്റിയും ഇല്ലാതെ വളരെ സിൻസിയറായിട്ട് അഡ്വൈസ് കൊടുക്കുമെന്ന് അറിയാവുന്ന ആൾക്കാർ നിങ്ങളോട് ഈ ഒരു സമയം അഡ്വൈസ് ചോദിക്കുന്നു എന്നാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു അഡ്വൈസ് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് ഇവിടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇമോഷൻസിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ, അല്ലെങ്കിൽ ഇമോഷൻസ് ഒന്നും വലിയ കാര്യമായിട്ട് നിങ്ങളെ ബാധിക്കാതെ നിങ്ങൾ പല തീരുമാനങ്ങളും എടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അതായത് വളരെ ആലോചിച്ച് വളരെ ബുദ്ധിപൂർവം എല്ലാവർക്കും ഒരുപോലെ ഫലം കിട്ടുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ ഈ ഒരു സമയം നിങ്ങൾ എടുക്കുന്നുണ്ട്. ഈ സമയം നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ അവിടെ നിങ്ങൾ ഹൃദയത്തിന് വലിയ സ്ഥാനം കൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ അനുയോജിക്കാൻ പറ്റും വിധത്തിൽ പല തീരുമാനങ്ങളും ഈ ഒരു സമയം നിങ്ങൾ എടുക്കുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമയം അനുകൂലമാകുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡിലായിരിക്കണം ഇരിക്കേണ്ടത്.
ഒരു പുതിയ സ്റ്റാർട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളത് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ പാസ്റ്റിനെ വിട്ടുകളഞ്ഞ് ഒരു പുതിയ വ്യക്തിയായിട്ട് മാറാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരം വ്യക്തികളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ അനാവശ്യമായിട്ടൊക്കെ സൂക്ഷിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളായിരിക്കാം ഒരുപക്ഷെ അത്. അപ്പോൾ അത് ഇനി നിങ്ങൾ സൂക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. നമുക്ക് നെഗറ്റീവ് എനർജി തരുന്ന കുറേ സാധനങ്ങൾ ഒക്കെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സമയം നിങ്ങൾ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി പുതിയൊരു മാറ്റം വരുന്ന സമയമാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രോഗ്രസ് വരുമെന്നുള്ളതാണ്. പെട്ടെന്നൊരു മാറ്റം വരുന്നെന്നാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. ഒരു പോസിറ്റീവ് ചേഞ്ചാണ് നിങ്ങളിലേക്ക് വരുന്നത്. ചിലപ്പോൾ ഒരു ട്രാവൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം വാങ്ങുന്ന ഒരു എനർജി ഇതിൽ കാണുന്നുണ്ട്. അപ്പോൾ ചിങ്ങമാസം തുടങ്ങുകയാണ്. ഈ ഒരു സമയം നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കം വന്നെത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതിന് നിങ്ങൾക്ക് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഈ ഒരു സമയം ലഭിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ ഏസ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ്. പുതിയൊരു തുടക്കമാണ് ഇവിടെ കാണുന്നത്. ചില ആൾക്കാർക്ക് പുതിയൊരു പ്രണയം നിങ്ങൾ തുടങ്ങുന്നതായിരിക്കാം. അപ്പോൾ അതിലൊരു സന്തോഷമുണ്ടെന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു മെസ്സേജോ കോളോ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സൈക്കിക് എബിലിറ്റി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഞാൻ മറ്റുള്ളവരെ പോലെയല്ല, എന്തോ സംതിങ് സ്പെഷ്യലാണ് ഞാൻ എന്ന് ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ നേച്ചറുമായിട്ട് കണക്റ്റഡ് ആവാൻ ഈ ഒരു സമയം പറ്റുന്നുണ്ട്. അതുപോലെ പാസ്റ്റിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ ഈ ഒരു സമയം മറ്റുള്ളവരെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ മറ്റുള്ളവരെ വേണ്ടവിധം മനസ്സിലാക്കാത്തത് മൂലം ഒരുപാട് ചതിയും വഞ്ചനയും ഒക്കെ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം. എന്നാൽ ഈ ഒരു സമയം നിങ്ങൾ എല്ലാവരെയും ശരിയായ വിധത്തിൽ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതായത് ഈ വ്യക്തിയുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരാൾ നിങ്ങളോട് എന്താണ് പറയാൻ പോകുന്നത് എന്നൊക്കെ നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഈ സമയം നിങ്ങളിൽ സൈക്കിക് എബിലിറ്റി കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സിൻ്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. ശരിക്കും ഈ ഒരു സമയം നിങ്ങളിലേക്കൊരു റൊമാൻസ് വരാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് ഒരാളുമായിട്ട് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പൊക്കെ ഉണ്ടാകുമായിരിക്കാം. ഇത് ചില ആൾക്കാരുടെ ഒരു എനർജിയാണ് പറയുന്നത്. ഇത് എല്ലാവർക്കും ഒരുപോലൊക്കെ ആയിരിക്കണമെന്നില്ല. അതുമല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഏതെങ്കിലും വ്യക്തികൾ ഒരു ഓഫർ തരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ചില വ്യക്തികളുമായിട്ട് സൗഹൃദം കൂടുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് പുതിയ സൗഹൃദങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു എനർജിയും ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ചാൾക്കാർക്ക് മാത്രമുള്ള ഒരു എനർജിയാണ്. അതുപോലെ തന്നെ 10 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് വളരെ സന്തോഷമായിട്ട് ഈ ഒരു സമയം ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അല്ലെങ്കിൽ ഫാമിലിയുമായിട്ടൊന്ന് ഔട്ടിങ്ങിനൊക്കെ പോവുകയോ കുട്ടികളുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുകയോ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അതുപോലെ തന്നെ
ഫാമിലിയുമായിട്ട് ചില ഫങ്ഷനൊക്കെ പങ്കെടുക്കുന്ന ഒരു എനർജിയും കാണുന്നുണ്ട്. കുടുംബത്തോട് വളരെയധികം അടുത്ത് നിൽക്കുന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ കുടുംബത്തിലൊരു വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു വിവാഹം അനൗൺസ് ചെയ്യാനുള്ളൊരു സമയമാണ്. നിങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വളരെ വലുതാണ്. അത്തരത്തിലൊരു സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ സമയം ഏതെങ്കിലും വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാകാം. അപ്പോൾ അത്തരത്തിലൊരു എനർജിയാണ് ഇതിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ വൈസ് കൗൺസിലറാണ് വന്നിട്ടുള്ളത്. ഈ സമയം നിങ്ങൾ സ്പിരിച്വൽ കമ്മ്യൂണിറ്റിയിലൊക്കെ പോകുമെന്നാണ് കാണുന്നത്. അത് ചിലപ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. ഏതെങ്കിലും മെഡിറ്റേഷൻ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഹീലിങ്ങിനുള്ള ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഈ സമയം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഈ സമയം ഡിവൈൻ്റെ ഒരു ഹെൽപ്പ് നന്നായിട്ട് കിട്ടുമെന്നാണ് കാണുന്നത്. ദൈവാനുഗ്രഹം നിങ്ങളിൽ വളരെയധികം വർദ്ധിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസിഷനൊക്കെ എടുക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഡിവൈനായിട്ടൊരു ഹെൽപ്പ് നിങ്ങൾക്ക് തരുമെന്നാണ് ഇവിടെ കാണുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഒരു ഉത്തരം ദൈവം തരുന്നു എന്നാണ് കാണുന്നത്. ശരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ചോയ്സ് ഉണ്ടാവാം ഒരുപക്ഷെ, പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് മാത്രം നിങ്ങൾ തീരുമാനമെടുക്കാനാണ് ഇവിടെ നിങ്ങളോട് ഡിവൈൻ പറയുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണോ അത് നിങ്ങൾ ഈ ഒരു സമയം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ ഒരു എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു കാര്യം ദൈവം നിങ്ങളുടെ കയ്യിൽ കൊണ്ടെത്തിക്കുന്ന ഒരു സമയമാണ്. പക്ഷേ ഇവിടെ കുറച്ച് ആൾക്കാർ പാസ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടി എന്തോ ഒരു കാര്യം ലഭിക്കാത്തതിനെ തുടർന്ന് അതിൽ മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പക്ഷേ ദൈവം നിങ്ങൾ ആഗ്രഹിക്കുന്നതിലുപരിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് തരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങളതിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ അല്ലെങ്കിൽ നിരാശപ്പെട്ടിരിക്കാതെ, ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതും അത്യാവശ്യമുള്ളതും നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉപയോഗപ്പെടുന്നതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നിങ്ങൾ ഈ ഒരു സമയം കൂടുതലായിട്ടും ശ്രദ്ധ നൽകുക. നിങ്ങളെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്നുമെല്ലാം പുറത്തിറങ്ങി നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ആ ചെയ്യാനുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു തീർക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സക്സസ് എത്തുന്നുണ്ട്. ഇവിടെ സൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ സക്സസ്സും സന്തോഷവുമൊക്കെ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജിയാണ് ഇതിൽ കാണുന്നത്. നിങ്ങളിലേക്ക് വളരെ മാജിക്കലായിട്ടുള്ള സാധ്യതകൾ വരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ പോലും വിചാരിക്കാത്ത സാധ്യതകളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. അതുപോലെ നിങ്ങളുടെ പ്ലാനിങ്ങുകളൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കണമെന്നുള്ളതാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വര ശക്തിക്ക് നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഈ ഒരു സമയം നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളെ തേടി ഒരു വിജയം എത്തുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് പുതിയൊരു വ്യക്തിയായി മാറാൻ ഇവിടെ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 5 ഓഫ് സോഡ്സിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ ഇതിലൊരു ചീറ്റിംഗ് എനർജിയാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ ആരെങ്കിലും നിങ്ങളെ ഒന്ന് പറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. അതല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴോ മറ്റോ ഒരു ചീറ്റിംഗ് നേരിട്ടാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളെക്കുറിച്ച് ചില കള്ളങ്ങളൊക്കെ മറ്റാരോടെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടാവാം. അപ്പോൾ ഇത് ചില സാധ്യതകൾ മാത്രമാണ്. ഇത് വരുമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇത് ചില സാധ്യതകൾ മാത്രമാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സമയം
നിങ്ങളുടെ എന്തെങ്കിലും പേഴ്സണൽ തിങ്സ് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടിരുന്നാൽ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും അട്രാക്റ്റഡ് ആയിട്ട് വരില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങളെ ആരെങ്കിലും ഏതെങ്കിലും തീരുമാനമെടുക്കാനൊക്കെ ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുക്കുക. കാരണം അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നുള്ളത് ഒരുപക്ഷെ അതിലൊരു ചീറ്റിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഈ സമയം ആരെങ്കിലും നിങ്ങളോട് ഏതെങ്കിലും തീരുമാനമെടുക്കുന്നതിൽ ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ ആലോചിച്ചതിന് ശേഷം മാത്രം അതിലൊരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഇതിൽ നിങ്ങൾക്ക് നൽകുന്ന ഒരു മെസ്സേജ്. അപ്പോൾ ഇതാണ് ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു മെസ്സേജ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.